أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ أخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما آتيناكم بقوة واسمعوا قالوا سمعنا وعصينا وأشربوا في قلوبهم العجل بكفرهم قل بئس ما يأمركم به إيمانكم إن كنتم مؤمنين. قل إن كانت لكم الدار الآخرة عند الله خالصة من دون الناس فتمنوا الموت إن كنتم صادقين. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ 7ാമത് സംസ്ഥാന സമ്മേളനം 2008 ജനുവരി അവസാന ദിവസവും ഫെബ്രുവരി ആദ്യ ദിവസങ്ങളുമായി ഈ ജില്ലയിലെ ചങ്ങരംകുളത്ത് വെച്ച് നടക്കുകയാണ്. മുജാഹിദുകളെക്കുറിച്ചും മുജാഹിദ് പ്രസ്ഥാനം വെച്ച് പുലർത്തുന്ന ആദർശങ്ങളെക്കുറിച്ചും ഏറെക്കാലം മുമ്പ് തന്നെ കേട്ടു തുടങ്ങിയ ഈ ആദർശം മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതിൽ മുൻപന്തിയിൽ നിന്ന ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളോട് മുജാഹിദുകളുടെ സമ്മേളനങ്ങളുടെ പ്രത്യേകത എന്ത് എന്ന് ഞാൻ വിശദീകരിക്കേണ്ടതില്ല. എന്തൊരാദർശമാണോ ഏറ്റവും പ്രധാനമായി
ഈ സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കുവാനുള്ളത്. ആ സന്ദേശം നാട്ടിൻ്റെ മുക്കുമൂലകളിൽ എത്തിക്കുവാൻ, അതിന് പ്രവർത്തകരെയും അനുഭാവികളെയുമൊക്കെ സജ്ജരാക്കുവാനൊക്കെ വേണ്ടിയാണ് മുജാഹിദുകൾ സമ്മേളനങ്ങൾ നടത്തുന്നത്. ഈ സമ്മേളനത്തിൻ്റെ പ്രമേയമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മാനവമോചനത്തിന് സ്രഷ്ടാവിൻ്റെ സന്ദേശം എന്നതാണ്. നമുക്കറിയാം, അസ്വസ്ഥതകളും പ്രയാസങ്ങളുമൊക്കെ നിറഞ്ഞ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ മോക്ഷത്തിൻ്റെ മാർഗങ്ങൾ തേടി അലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഏതെങ്കിലും കാലത്ത് ജീവിച്ച് മരിച്ചുപോയ വ്യക്തികളുണ്ടാക്കിയ പ്രത്യയശാസ്ത്രങ്ങൾ, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അത്ഭുത സിദ്ധികൾ പ്രകടിപ്പിക്കുന്ന വ്യക്തികൾ നിശ്ചയിച്ചു കൊടുക്കുന്ന ചില ആചാര അനുഷ്ഠാന സമ്പ്രദായങ്ങൾ, ഇതൊക്കെ തങ്ങളുടെ മോചനത്തിന് സഹായിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് അതിലേക്ക് ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിലാണ് മുജാഹിദുകൾക്ക് ഈ സമൂഹത്തോട് പറയാനുള്ളത്, ലോകത്ത് എക്കാലത്തുമുള്ള മനുഷ്യരുടെ സ്വഭാവവും പ്രത്യേകതകളും അറിയുന്ന, അവരെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത ഏതൊരു നിയന്താവുണ്ടോ, ആ നിയന്താവ് മനുഷ്യർക്ക് ജീവിക്കുവാനും സ്വീകരിക്കുവാനും അംഗീകരിക്കുവാനുമായി ഒരു സന്ദേശം നൽകിയിട്ടുണ്ട്. ആ സന്ദേശമാണ് നമ്മെ മോചനത്തിന്, മോക്ഷത്തിന് സഹായിക്കുക എന്നതാണ് മുജാഹിദുകൾക്കിവിടെ വിളിച്ചു പറയാനുള്ള കാര്യം. ഇത് പറയുമ്പോൾ ഏറെ പ്രധാനമായ ഇതിന്റെ ഒരു വശം, ഈ സന്ദേശത്തിന്റെ ഉടമകളാണ് എന്ന് വിശ്വസിക്കുന്ന, മനുഷ്യരുടെ മോചനത്തിനായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഇസ്ലാമിന്റെ ആളുകളാണ് തങ്ങളെന്ന് വിചാരിക്കുന്നവർ പോലും ഈ സ്രഷ്ടാവിന്റെ സന്ദേശത്തെ തെറ്റിദ്ധരിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യർക്ക് ഈ ഒരു സന്ദേശം നൽകുവാനായി അവരിൽ നിന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത അവന്റെ ദൂതന്മാർ, ആ ദൂതന്മാരിലൂടെ അല്ലാഹു പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശത്തെക്കുറിച്ച് അല്ലാഹു പറയുന്നത്, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന സന്ദേശമാണ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുണ്ട്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹതൻ യുഅബദൂൻ വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹതൻ യുഅബദൂൻ. നബിയെ, പൂർവിക നബിമാരോട് ചോദിക്കുക, ആ നബിമാരെ നിയോഗിച്ച സമൂഹത്തോട് ചോദിക്കുക എന്ന അർത്ഥത്തിൽ ചോദിക്കുവാനോ അതല്ലെങ്കിൽ മനസ്സിലാക്കുവാനോ വേണ്ടിയല്ല, മറിച്ച് അത്രയും കൃത്യമായ ഉറപ്പോടുകൂടി പടച്ച തമ്പുരാൻ പഠിപ്പിക്കുകയാണ്. ഈ ലോകത്തിന് കാരുണ്യം നൽകിയ തമ്പുരാനെയല്ലാതെ ആരാധിക്കണമെന്ന സന്ദേശവുമായിട്ടല്ലാതെ ഒരൊറ്റ ദൂതനെയും അയച്ചിട്ടില്ല. അത് തന്നെയാണ് മറ്റൊരു വാക്യത്തിലൂടെ അല്ലാഹു പഠിപ്പിച്ചത്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ആരാധനക്കർഹനായി ഞാനല്ലാതെ മറ്റാരുമില്ലെന്നും അതുകൊണ്ട് എന്നെ സദാ ആരാധിക്കണമെന്ന സന്ദേശവുമായിട്ടല്ലാതെ താങ്കൾക്ക് മുമ്പൊരൊറ്റ ദൂതന്മാരെയും നാം നിയോഗിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ ലോകത്ത് വന്ന മുഴുവൻ ദൂതന്മാരും ഈ ഒരു സന്ദേശമാണ് പഠിപ്പിച്ചത്.
ആ സന്ദേശമാണ് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി അവർ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതിൽ നിന്ന് മാറിയ ഒരു പ്രവർത്തനം ഈ ദൂതന്മാരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. ആദം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ അദ്ദേഹം അള്ളാഹുവിനെയാണ് ആരാധിച്ചത്. നോഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനെയാണ് ആരാധിച്ചത്. അതേപോലെ തന്നെ അയ്യൂബ് നബിയും യൂനുസ് നബിയും ഇബ്രാഹിം നബിയും സക്കരിയ നബിയും മൂസാ നബിയും ഈസാ നബിയും അലൈഹിമിസ്സലാം, ഇങ്ങനെ ഏതൊക്കെ ദൂതന്മാർ ഈ സമൂഹത്തിന് മുന്നിൽ കടന്നുപോയിട്ടുണ്ടോ അവരൊക്കെ അള്ളാഹുവിനെ മാത്രമാണ് ആരാധിച്ചത്, അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്ത് ചെയ്തത്. ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ നിർവഹിക്കാവൂ എന്നതുകൊണ്ട് തന്നെ ഈ ദൂതന്മാർ തങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടായ സന്ദർഭങ്ങളിൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചതായും നമുക്ക് കാണുവാൻ കഴിയുന്നു. ആദം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. നോഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇദ്രീസ് നബിയുടെയും അയ്യൂബ് നബിയുടെയും ഈ പറഞ്ഞ നബിമാരുടെയൊക്കെ പ്രാർത്ഥനകൾ, പല ഘട്ടങ്ങളിൽ ഈ നബിമാർ നടത്തിയ ദുആകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ പോലും ഏതെങ്കിലും നബിമാർ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്തില്ല. തങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ മറ്റേതെങ്കിലും ഒരു നബിയോട് ദുആ ചെയ്തില്ല. അവസാനത്തെ നബിയായ നബിയുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ ഏറെ പ്രയാസം അനുഭവിച്ച സന്ദർഭമായ ബദർ യുദ്ധത്തിന്റെ സമയം അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ അൻജിസ് ലീ മാ വഅതനി, പടച്ച തമ്പുരാനെ, നീ വാഗ്ദാനം ചെയ്ത വിജയം നീ എനിക്ക് നൽകണമേ, നീ വാഗ്ദാനം ചെയ്ത വിജയം എനിക്ക് നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ് അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിക്കുന്നത്. മുമ്പ് കഴിഞ്ഞു പോയ നബിമാരൊട്ടേറെയുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാമുണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമുണ്ട്. പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ ഫിർഔൻ ഉണ്ടാക്കി വെച്ച പ്രയാസങ്ങളിലൂടെ കടന്നുപോയ മൂസാ നബിയുണ്ട്. പക്ഷേ അവരോടൊന്നും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തേടിയില്ല. ആരാധനാ സന്ദർഭങ്ങളിൽ നടത്തേണ്ട ഒട്ടേറെ ദുആകൾ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു. ആ ദുആകളിൽ നമസ്കാരത്തിൽ, അതേപോലെ നോമ്പിന്റെ സന്ദർഭങ്ങളിൽ, സകാത്തിന്റെ സമയത്ത്, ഹജ്ജിന്റെ സന്ദർഭങ്ങളിൽ എന്നിങ്ങനെ ഒരുപാട് സമയത്ത് നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട സമയങ്ങളിൽ ഒക്കെയുള്ള ദുആകൾ അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു. ഒരിക്കൽ പോലും പൂർവികനായ ഏതെങ്കിലും ഒരു നബിയോട് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചില്ല. നമസ്കാരത്തിന്റെ സന്ദർഭത്തിൽ ഇതാ 50 റക്അത്ത് നമസ്കാരം 5 റക്അത്ത് നമസ്കാരമായി 5 നേരത്തെ 50 നേരത്തെ നമസ്കാരം 5 നേരത്തെ നമസ്കാരമായി ചുരുങ്ങിയത് മൂസാ നബി അലൈഹിസ്സലാമിനെ തിരിച്ചയച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങളുടെ നമസ്കാരങ്ങൾക്ക് ശേഷം, ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം, അതല്ലെങ്കിൽ സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ശേഷം, അതല്ലെങ്കിൽ ഫർളോ സുന്നത്തോ ആയ ഏതെങ്കിലും നമസ്കാരങ്ങൾക്കിടയിൽ നിങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമിനോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് ഒരു പ്രാർത്ഥന അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചില്ല. കഅബാലയം ഉണ്ടാക്കിയത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. നിങ്ങളവിടെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സംസം ഉണ്ടായത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ കാലിനടിയിൽ നിന്നാണ്. ഹജ്ജിന്റെ സന്ദർഭത്തിൽ നിങ്ങൾ സഅയ് നിർവഹിക്കുന്നുവല്ലോ, ആ സഅയ് ആദ്യമായി നിർവഹിച്ചത് ഹാജറ ബീവിയാണ്. അതുകൊണ്ട് ഹജ്ജിന്റെ സന്ദർഭങ്ങളിൽ തവാഫിന്റെയോ സഅയിന്റെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സമയങ്ങളിലോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടോ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോടോ ഹാജറ ബീവിയോടോ നിങ്ങൾ പ്രാർത്ഥന നടത്തുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ല. എന്തേ പ്രാർത്ഥിക്കാതിരുന്നതിന്റെ കാരണം വളരെ ലളിതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരൊറ്റ കാരണം, വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. ഇതാ നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, ഇതാ നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നെ ആരാധിക്കുന്നതിൽ നിന്ന് ആരെങ്കിലും അഹങ്കാരികളായി മാറിയാൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, വളരെ നിന്ദ്യരായ നിലയിൽ അവർ നരകത്തിൽ പ്രവേശിക്കും. അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ അവനെ ആരാധിക്കലാണ്. അതുകൊണ്ട് തന്നെ മുൻകഴിഞ്ഞ പ്രവാചകന്മാർ പ്രഖ്യാപിച്ചതുപോലെ
അവരവരുടെ ജീവിതത്തിലൂടെ ഈ സമൂഹത്തിന് കാണിച്ചു കൊടുത്തതുപോലെ അള്ളാഹുവിന്റെ റസൂലും പ്രഖ്യാപിച്ചു. അള്ളാഹുവിന്റെ റസൂലിനോടും പ്രഖ്യാപിക്കാൻ വേണ്ടി പടച്ച തമ്പുരാൻ പറഞ്ഞു, ഇന്നമാ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. നബിയെ പ്രഖ്യാപിക്കുക, പറയുക. ഖുൽ, എന്താണ് പറയേണ്ടത്? ഇന്നമാ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. വലാ ഉശ്രികു ബിഹി അഹദാ, ആ പടച്ച തമ്പുരാനോട് മറ്റാരെയും തന്നെ ഞാൻ പങ്കു ചേർക്കുകയില്ല. ആ പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം മറ്റൊരാളോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അവരെ ആരാധിക്കുന്നതിൽ പങ്കു ചേർക്കലാണ്. അതെന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്നാണ് അള്ളാഹുവിന്റെ റസൂല് പ്രഖ്യാപിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനുശേഷം വന്ന സഹാബികൾ, അസ്റഫുൽ ഖൽഖാണ് നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നറിയാവുന്ന ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ഉത്കൃഷ്ടനായ ഒരു മനുഷ്യൻ ലോകത്ത് ജനിച്ചിട്ടില്ല, ജീവിച്ചിട്ടില്ല, മരിച്ചിട്ടില്ല എന്ന് വളരെ കൃത്യമായി അറിയാവുന്ന സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും അവരാരും തന്നെ ഒരിക്കൽ പോലും അള്ളാഹുവിന്റെ റസൂലിനോട് പ്രയാസങ്ങളുടെയോ ബുദ്ധിമുട്ടിന്റെയോ സന്ദർഭത്തിൽ സഹായം തേടിയില്ല. പ്രാർത്ഥന എന്നത് ആരാധനയാണെന്നും ആ ആരാധന അള്ളാഹുവിന് മാത്രമേ അർപ്പിക്കാൻ പാടുള്ളൂ എന്നും അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച കാര്യം അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം ശിരസാ വഹിച്ചുകൊണ്ടാണ് ആ സഹാബികൾ അവരുടെ ജീവിതകാലം മുന്നോട്ട് നീക്കിയത്. എന്നാൽ അള്ളാഹുവിന്റെ ഈ സന്ദേശം കൊണ്ട് തൃപ്തിപ്പെടാൻ പ്രാർത്ഥന ആരാധനയാണെന്ന്, അതുകൊണ്ട് എന്നോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന്, എന്നോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകന്മാർക്ക് നൽകിയ സന്ദേശം ആ പടച്ച തമ്പുരാൻ അവൻ ഞങ്ങളെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഞങ്ങൾ അവനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് ജീവിതത്തിലൂടെ കാണിച്ചു തന്ന പ്രവാചകന്മാരുടെ സന്ദേശം ഏതൊരു ദൂതനെയാണോ നാം അംഗീകരിക്കുകയും പിൻപറ്റുകയും ചെയ്യേണ്ടത്, ആ ദൂതന്റെ ജീവിതത്തിലൂടെ അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്തുകൊണ്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന സന്ദേശം അത് സ്വീകരിക്കുവാൻ നമ്മുടെ ആളുകളുടെ മനസ്സനുവദിക്കുന്നില്ല. അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറയുമ്പോ അത് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ആളുകൾ ഇസ്ലാമിന്റെ പേരിൽ നിന്ന് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് ന്യായീകരണങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിൽ നിന്നല്ല, അള്ളാഹുവിന്റെ കൽപ്പനയല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയല്ല, മറിച്ച് പിശാചിനെ ഉദാഹരണമായി എടുത്തുകൊണ്ട് പിശാചിന്റെ പേരിൽ പോലും ഒരു നുണ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ എന്ന ഈ ആദർശത്തെ, പടച്ച തമ്പുരാന്റെ സന്ദേശത്തെ ഊതിക്കെടുത്തുവാൻ ഈ ആളുകൾ ശ്രമിക്കുന്നു. നമുക്കറിയാം, ആദം നബി അലൈഹിസ്സലാമിനോട്, ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചപ്പോൾ വാനലോകത്തുള്ള ശക്തികളോട് അദ്ദേഹത്തിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞു പടച്ച തമ്പുരാൻ. ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. വിശുദ്ധ ഖുർആനിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലോ പടച്ച തമ്പുരാനെ സുജൂദ് ആരാധനയല്ലേ, ആരാധന നിനക്ക് മാത്രമല്ലേ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ നിനക്ക് മാത്രമേ സുജൂദ് ചെയ്യുകയുള്ളൂ എന്ന് ഇബ്ലീസ് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെ ഒരു വാദം ഇബ്ലീസ് എവിടെയും പറഞ്ഞിട്ടില്ല. പടച്ചവനെ, നീ എന്നോട് എങ്ങനെയാണ് സുജൂദ് ചെയ്യാൻ പറയുന്നത്? സുജൂദ് ഇബാദത്തല്ലേ, ഇബാദത്ത് നിനക്കല്ലേ പറ്റുള്ളൂ, അതുകൊണ്ട് സുജൂദ് അല്ലാഹുവിന് മാത്രം എന്നൊരു മുദ്രാവാക്യം ഇബ്ലീസ് മുഴക്കിയിട്ടില്ല. എന്നാൽ ഇബ്ലീസിന്റെ പേരിൽ, അള്ളാഹുവിന്റെ പേരിലും റസൂലിന്റെ പേരിലും ഇമാമുകളുടെ പേരിലും ഒക്കെ നുണ പറയുന്ന ആളുകൾ ഇബ്ലീസിനെ പോലും വെറുതെ വിട്ടില്ല. അവന്റെ പേരിൽ പോലും നുണ പറഞ്ഞ് ഇതാ ഇബ്ലീസ് സുജൂദ് അള്ളാഹുവിന് മാത്രമെന്ന് പറഞ്ഞു. അതേപോലെയാണ് മുജാഹിദുകൾ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് പറയുന്നു അവിടെ സുജൂദ് രണ്ടുണ്ടായല്ലോ. അള്ളാഹുവിന് മാത്രം പറ്റുന്ന സുജൂദ്, അള്ളാഹു അല്ലാത്ത ആദം നബിക്ക് ചെയ്യാവുന്ന സുജൂദ്. ഇതേപോലെ പ്രാർത്ഥനയും രണ്ടാക്കണം എന്നാണ് ഒരു മുസ്ലിയാർ പറയുന്നത്. അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് തന്നെ നിങ്ങൾ അതൊന്ന് കേൾക്കുക. ഇനി നിങ്ങൾ നോക്കൂ, അതേ മുദ്രാവാക്യത്തിന്റെ മറ്റൊരു വകഭേദം പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം. കുഴപ്പമൊന്നുമില്ല, ഞാൻ യോജിക്കുന്നു. സുജൂദ് അല്ലാഹുവിനോട് മാത്രം എന്ന മുദ്രാവാക്യത്തോട് യോജിക്കുന്നത് പോലെ പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന മുദ്രാവാക്യത്തോടും യോജിക്കുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞ വിശദീകരണമുണ്ട്. സുജൂദ് രണ്ടാക്കിയില്ലേ പഠിച്ചവൻ?
ആദമിന്റെ മുമ്പിൽ ചെയ്യാൻ പറ്റിയ സുജൂദും ആദമിന്റെ മുമ്പിൽ ചെയ്യാൻ പറ്റാത്ത സുജൂദും, അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം ചെയ്യേണ്ട സുജൂദും ആദമിന്റെ മുമ്പിൽ കൂടി ചെയ്യാൻ പറ്റുന്ന സുജൂദ്. ഇങ്ങനെ സുജൂദ് രണ്ടാക്കിയില്ലേ? എന്നാൽ ഇതേപോലെ തന്നെ പ്രാർത്ഥനയും രണ്ടാക്കേണ്ടതുണ്ട്. പ്രാർത്ഥനയും രണ്ടാക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെയാണ് പ്രാർത്ഥന രണ്ടാക്കേണ്ടത്? ഒന്ന് അള്ളാഹുവിനോട് മാത്രം നടത്താവുന്ന പ്രാർത്ഥന, മറ്റൊന്ന് അള്ളാഹു അല്ലാത്തവരോട് നടത്താവുന്ന പ്രാർത്ഥന. എന്താ ഇതിനുള്ള തെളിവ്? അങ്ങനെ ഒരു പ്രാർത്ഥനയെ കുറിച്ച് അള്ളാഹു പഠിപ്പിച്ചോ? വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് പറഞ്ഞിടത്ത് ഇതാ നിങ്ങൾക്ക് എന്നോടും പ്രാർത്ഥിക്കാം മറ്റുള്ളവരോടും പ്രാർത്ഥിക്കാം, രണ്ടു തരം പ്രാർത്ഥനയുണ്ട് എന്ന് പറഞ്ഞോ? ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിടത്ത് അല്ല നബിയെ, എന്നോട് പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥനയുണ്ട്, ഞാനല്ലാത്തവരോട് നടത്താവുന്ന പ്രാർത്ഥന വേറെയുമുണ്ട് എന്ന് പറഞ്ഞോ? വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഉത്തരം ലഭിക്കാത്ത ശക്തികളോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നവനേക്കാൾ പിഴച്ചവൻ വേറെ ആരുണ്ട് എന്ന് ചോദിച്ചിടത്ത് എന്നോട് മാത്രം നടത്താവുന്ന ദുആ ഉണ്ട്, അതേപോലെ തന്നെ ദുആ ചെയ്താൽ ഉത്തരം കിട്ടുന്ന ചില ശക്തികൾ വേറെയുമുണ്ട് എന്നിങ്ങനെ പ്രാർത്ഥന അല്ലാഹു രണ്ടാക്കിയില്ല. ഖുർആനിൽ അതിന് തെളിവ് കാണാൻ കഴിയില്ല. പിന്നെയോ അതിവരുടെ ന്യായങ്ങൾ മാത്രമാണ്. ഇനിയോ നാളെ ഒരു മുസ്ലിയാർക്ക് തോന്നുകയാണ്, നാളെ ഈ പ്രസംഗം കേട്ട ഒരു മുസ്ലിയാർക്ക് തോന്നുന്നു ഏതായാലും നമ്മളെ സുലൈമാൻ സഖാഫി പ്രാർത്ഥന രണ്ടാക്കിയല്ലോ, അതേപോലെ നിസ്കാരവും രണ്ടാക്കണം. എങ്ങനെ? അള്ളാഹുവിന് മാത്രം അർപ്പിക്കാവുന്ന നിസ്കാരം, അതേപോലെ മുഹീദ്ദീൻ ശൈഖിനും ബദരീകൾക്കൊക്കെ അർപ്പിക്കാവുന്ന നിസ്കാരം, ആ നിസ്കാരത്തിന് കൈകെട്ടുന്നതിന് മുമ്പ് ലില്ലാഹി തആല എന്ന് പറഞ്ഞ് കൈകെട്ടുന്നതിന് പകരം ലിശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറഞ്ഞ് നിസ്കരിക്കാവുന്ന ഒരു നിസ്കാരം വേണം. അങ്ങനെ ഒരു അഹ്സനിക്ക് തോന്നി, അയാൾ അത് പറയുന്നു. വേറൊരു മുസ്ലിയാർക്ക് തോന്നുന്നു എന്ത്? നമ്മുടെ സഖാഫി പ്രാർത്ഥന രണ്ടാക്കി, അഹ്സനി നിസ്കാരം രണ്ടാക്കി, അതേപോലെ നമുക്ക് നോമ്പും രണ്ടാക്കണം. എന്നിട്ടോ പള്ളി നിസ്കാരത്തിന് തറാവീഹ് നിസ്കാരത്തിനിടയിൽ നിയത്ത് വെച്ചു കൊടുക്കുമ്പോ നവൈതു സൗമഗദിൻ അന്നദായി ഫർദ് റമളാനി എന്നൊക്കെ പറഞ്ഞിട്ട് ലില്ലാഹി തആല എന്ന് പറയുന്നതിന് പകരം എന്താ പറയുന്നത്? ലിൽ ബദരീൻ, ബദരീങ്ങൾക്ക് വേണ്ടി എന്ന് വേറൊരു മുസ്ലിയാർക്ക് തോന്നിയാൽ ഈ സമുദായം അതനുസരിച്ച് പ്രവർത്തിക്കണോ? ഈ സമുദായം അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ടോ? നമ്മൾ ആലോചിക്കണം. യുക്തിവാദമാണ് ഈ ആളുകൾ പറയുന്നത്. വിശുദ്ധ ഖുർആനിന്റെ പിൻബലമല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ പിൻബലമല്ല, തങ്ങളുടെ മനസ്സിൽ തോന്നുന്ന യുക്തികൾ, ഇബ്ലീസിനെ കൂട്ടുപിടിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുന്ന യുക്തികൾ, യുക്തിവാദികളാണ് ഈ സഖാഫി കൂട്ടങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വേറൊരു സഖാഫി അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി തന്റെ യുക്തി നിരത്തുന്നത് നോക്കുക. നിങ്ങൾ അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. നമ്മൾ അള്ളാഹു അല്ലാത്തവരോട് ഒരു കാര്യം ചോദിക്കുമ്പോ, യാചിക്കുമ്പോ, അപേക്ഷിക്കുമ്പോ, അർത്ഥിക്കുമ്പോ, തേടുമ്പോ ചോദിക്കപ്പെടുന്ന ശക്തിയെ കുറിച്ച് ദൈവമാണെന്നോ, ദിവ്യത്വം എന്ന് പറഞ്ഞാൽ അതാ, ദൈവമാണെന്നോ, ദൈവാവതാരമാണെന്നോ, ദൈവത്തിന്റെ ഗുണവിശേഷണങ്ങൾ തനതായ അർത്ഥത്തിൽ ഉണ്ടെന്നോ, അല്ലെങ്കിൽ ദൈവപുത്രനാണെന്നോ വിശ്വസിച്ചുകൊണ്ട് തേടുകയാണെങ്കിൽ, ചോദിക്കുകയാണെങ്കിൽ, അപേക്ഷിക്കുകയാണെങ്കിൽ ആ തേട്ടം, ആ ചോദ്യം, ആ അപേക്ഷ, ആ അർത്ഥന, ആ പ്രാർത്ഥന ആ ശക്തിക്കുള്ള ആരാധനയാണ്. ഒരു ചോദ്യം, ഒരു തേട്ടം, ഒരു അപേക്ഷ അത് ആരാധനയാകണമെങ്കിൽ എന്ത് വേണം? ഒന്നുകിൽ ദൈവമാണെന്ന് വിശ്വസിക്കണം, അല്ലെങ്കിൽ ദൈവാവതാരമാണെന്ന് വിശ്വസിക്കണം, അല്ലെങ്കിൽ ദൈവപുത്രനാണെന്ന് വിശ്വസിക്കണം, അല്ലെങ്കിൽ ദൈവത്തിന്റെ തനതായ ഗുണവിശേഷണങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കണം. ഇതാരാ പറഞ്ഞത്? അള്ളാഹു പറഞ്ഞോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞോ? സ്വഹാബത്ത് പഠിപ്പിച്ചോ? ആരാ ഇത് പറഞ്ഞത്? ആരും പറഞ്ഞതല്ല. മുസ്ലിയാർക്ക് തോന്നിയ യുക്തി. ഈ യുക്തി വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള ആളുകളെ പരിശോധിച്ചു നോക്കൂ. നാം ലാത്തെ ആരാധിച്ചവരുണ്ട്. ലാത്തെ ആരാധിച്ചപ്പോൾ അത് ശിർക്കാണെന്ന് പറഞ്ഞു. ലാത്തയോട് പ്രാർത്ഥിച്ചപ്പോൾ അത് ശിർക്കാണെന്ന് പറഞ്ഞു. ഇബ്രാഹിം നബിയോട് പ്രാർത്ഥിച്ചപ്പോൾ അത് ശിർക്കാണെന്ന് പഠിപ്പിച്ചു. ഉസ്സയോടും മനാത്തയോടും പ്രാർത്ഥിച്ചപ്പോൾ അത് ശിർക്കാണെന്ന് പഠിപ്പിച്ചു. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് തൗഹീദാണെന്ന് പഠിപ്പിച്ചു. ഈ അല്ലാഹുവല്ലാത്ത ലാത്തയോട്, ഉസ്സയോട്, മനാത്തയോട്, ഇബ്രാഹിം നബിയോട് തേടിയവർ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദൈവമാണെന്ന് വിശ്വസിച്ചിരുന്നോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദൈവപുത്രനാണെന്ന് വിശ്വസിച്ചിരുന്നോ?
ഇബ്രാഹിം അലൈഹിസ്സലാം ദൈവാവതാരമാണെന്ന് വിശ്വസിച്ചിരുന്നോ? ഇബ്രാഹിം അലൈഹിസ്സലാം ദൈവത്തിന്റെ തനതായ ഗുണവിശേഷണങ്ങളുള്ള ആളാണ് എന്ന് വിശ്വസിച്ചിരുന്നോ? ലാത്തയോ ഇസ്സയോ മനാത്തയോ ദൈവമോ ദൈവപുത്രനോ ദൈവാവതാരമോ ദൈവത്തിന്റെ തനതായ ഗുണവിശേഷണങ്ങൾ മുഴുവനോ ഉള്ള ശക്തികളാണ് എന്ന് മക്കക്കാർ വിശ്വസിച്ചിരുന്നോ? ഇല്ല എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇല്ല എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എന്തിനാ നിങ്ങൾ ഇവരോട് പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി, എന്തിനാണ് നിങ്ങൾ ഇവരെ ആരാധിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, അല്ലാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാനാണ് എന്നാണ്, അല്ലാഹുവിന്റെ പുത്രനാണ് എന്ന വിശ്വാസത്തോടെയാണ് എന്നാണോ പറഞ്ഞത്? ദൈവാവതാരമാണ് എന്ന വിശ്വാസത്തോടെയാണോ പറഞ്ഞത്? അതല്ല ദൈവത്തിന്റെ തനതായ ഗുണവിശേഷണങ്ങൾ ഉണ്ട് എന്ന അർത്ഥത്തിലാണോ? ദൈവത്തിന്റെ തനത ദൈവമാണെങ്കിൽ പിന്നെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കേണ്ട ആവശ്യം വേറെ വരുന്നില്ല. ഇനിയോ തനതായ ഗുണവിശേഷണങ്ങൾ ഉണ്ടെങ്കിലോ പിന്നെ അള്ളാഹുവിലേക്ക് ശുപാർശന്റെ ആവശ്യമുണ്ടോ? കാരണം അള്ളാഹിന്റെ ഗുണം, അള്ളാഹിന്റെ അധികാരം, അള്ളാഹിന്റെ കഴിവ് അതൊക്കെ വരിക്കില്ല. പിന്നെ ഇവര് ശുപാർശ പറയണോ അള്ളാഹിനോട്? അപ്പൊ അള്ളാഹു തന്നെയാണ് പരമാധികാരി. ആ തനതായ ഗുണം, ആ തനതായ സവിശേഷതകൾ ഉണ്ട് എന്നവർ വിശ്വസിച്ചിരുന്നില്ല. എന്നിട്ടും ഇവർ ഈ രൂപത്തിൽ തങ്ങളുടെ യുക്തിവാദം നിരത്തുന്നു. ആ യുക്തിവാദം ആളുകളുടെ മുമ്പിൽ പ്രചരിപ്പിക്കുന്നു. അവിടെ മാത്രം അവസാനിക്കുന്നില്ല. യുക്തി കൊണ്ട് മാത്രം ജനങ്ങളുടെ ഇടയിൽ നിലനിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി, എന്നാൽ തങ്ങൾ പറയുന്ന വാദത്തിനനുസരിച്ച് വിശുദ്ധ ഖുർആനിൽ നിർദ്ദേശങ്ങളില്ല, കൽപ്പനകളില്ല എന്നും മനസ്സിലാക്കിയപ്പോ പിന്നെ ഇവർ ചെയ്തതെന്താണ്? തങ്ങളുടെ യുക്തിക്കനുസരിച്ച് വിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ തുടങ്ങി. നിങ്ങളുടെ അടുത്ത പ്രദേശമായ എടരിക്കോട് വെച്ച് ഒരു സംവാദം നടന്നു. സംവാദത്തിന്റെ വിഷയം മുജാഹിദുകൾ പറഞ്ഞു, വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായാർത്ഥന നടത്തുന്നത് ശിർക്കാണ്. സുന്നി വിഭാഗം പറഞ്ഞു ശിർക്കല്ല. മുജാഹിദ് വിഭാഗം ആയത്തുകൾ ഓതി, അള്ളാഹു അവനോട് മാത്രമാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, അവനല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല, അവനല്ലാത്തവരോട് പ്രാർത്ഥിക്കരുതെന്നാണ് പറഞ്ഞത്. പ്രാർത്ഥിക്കപ്പെടുന്ന ശക്തിക്കുണ്ടാകേണ്ട പ്രത്യേകതകൾ അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട്. ഈ സവിശേഷതകൾ അള്ളാഹുവിന് മാത്രമാണുള്ളത്, അള്ളാഹുവിന്റെ റസൂലിനതില്ല എന്നതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് മുജാഹിദുകൾ പറഞ്ഞു. സുന്നി വിഭാഗം തങ്ങളുടെ വാദത്തിന് തെളിവോദണമല്ലോ. സൂറത്തുൽ ബഖറയിലെ 104-ാമത്തെ ആയത്ത് തെളിവോതി, യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂലു റാഇനാ വഖൂലു ഉൻദുർനാ എന്ന് പറയുന്ന ആയത്താണ് അള്ളാഹുവിന്റെ റസൂലിനോട്, വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ നടത്താൻ, സഹായാർത്ഥന നടത്താൻ ഈ വിഭാഗം തെളിവോതിയത്. ആ തെളിവ് അവരോതുന്നത്, അവരതിനർത്ഥം പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ പറഞ്ഞോളണം ആരോട്? ലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിങ്ങൾ പറഞ്ഞോളണം. ഇവിടെ മൗലവിയുടെ പ്രസംഗമല്ല കേൾക്കേണ്ടത്, അവരുടെ പുസ്തകമല്ല നിങ്ങൾ വായിക്കേണ്ടത്. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമാകുന്ന ഖുർആൻ പറയുന്നതാണ്. ഖൂലു, നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയണം, ഉൻളുർനാ, ഓ നബിയേ ഞങ്ങളെയൊന്ന് സഹായിക്കണം, ഓ നബിയെ ഞങ്ങളെയൊന്ന് സഹായിക്കണം എന്നാണ്. ഏതിന്റെ അർത്ഥം? ഉൻളുർന എന്ന് ഈ സൂറത്തുൽ ബഖറയിലെ 104-ാമത്തെ ആയത്തിൽ പറഞ്ഞ ഉൻളുർന എന്നതിന്റെ അർത്ഥം എന്താണ്? ഓ നബിയെ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഇവിടെ എന്താ വ്യവസ്ഥ? വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായാർത്ഥന നടത്തൽ ശിർക്കാണ് എന്നാണ് മുജാഹിദുകളുടെ വാദം. അത് ശിർക്കല്ല എന്നാണ് സുന്നികളുടെ വാദം. അപ്പൊ സഹായാർത്ഥന നടത്താൻ അള്ളാഹു ഖുർആനിലൂടെ കൽപ്പിച്ചു. എങ്ങനെ? ലാ തഖൂലു റാഇനാ വഖൂലു ഉൻദുർനാ എന്ന് പറഞ്ഞുകൊണ്ട് നബിയെ ഞങ്ങളെ സഹായിക്കണേ എന്ന് നിങ്ങൾ പറയണം എന്നാണ്. എന്നാൽ അതാണോ ഈ ആയത്തിന്റെ സന്ദർഭവും അർത്ഥവും ഒക്കെ? മുജാഹിദുകൾ അവരുടെ വകയായി വിശദീകരിക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ് ഈ ആയത്തിന്
കേരളത്തിൽ സുന്നികളുടെ വകയായി സുന്നികൾക്ക് വേണ്ടി പുറത്തിറക്കിയ പരിഭാഷകളിൽ കൊടുത്തിരിക്കുന്ന അർത്ഥവും വിശദീകരണവും എന്നുകൂടി നമ്മൾ ശ്രദ്ധിച്ചാൽ തങ്ങളുടെ യുക്തിവാദം നടപ്പിലാക്കാൻ വേണ്ടി ഇവരെങ്ങനെയാണ് ഖുർആൻ വ്യാഖ്യാനിച്ചത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 104-ാം വചനത്തിലെ ഉൻനുർന എന്ന പദത്തിൽ മണിക്കൂറുകളോളം തൂങ്ങിപ്പിടിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കി ഈ ആയത്ത് നബിതങ്ങളോട് സഹായം തേടാനുള്ള കൽപ്പനയാണെന്ന് വാദിച്ച അഹ്സനിമാരുടെ തനിനിറം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഏതാനും സുന്നി പരിഭാഷകളിൽ ഈ ആയത്തിന് നൽകിയ അർത്ഥം ഉദ്ധരിക്കുകയാണിവിടെ. ഇത് തഫ്സീറുൽ ഖുർആൻ പരിഭാഷ ടി.കെ. അബ്ദുള്ള മുസ്ലിയാർ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലൂ റാഇനാ വഖൂലു ഉൻദുർനാ വസ്മഉ വലിൽ കാഫിരീന അദാബുൻ അലീം. സത്യവിശ്വാസികളെ, നബിയോട് നിങ്ങൾ റാഇന എന്ന് പറയരുത്, നിങ്ങൾ ഉൻദുർന ഞങ്ങളെ നോക്കുക എന്ന് പറയുകയും നിങ്ങളോട് ആജ്ഞാപിക്കപ്പെട്ടതിനെ അനുസരണയോടെ കേൾക്കുകയും ചെയ്യുവിൻ. സത്യനിഷേധികൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. ഈ ആയത്തിന് ടി.കെ. അബ്ദുള്ള മുസ്ലിയാർ തന്നെ നൽകിയ തഫ്സീർ വിവരണം ശ്രദ്ധിക്കുക. ഞങ്ങളെ ഗൗനിക്കണം എന്നാണ് ഇതിന്റെ ഭാഷാർത്ഥം. ഇത് ജൂതഭാഷയിൽ വിഡ്ഢി എന്നർത്ഥത്തിൽ അസഭ്യത്തിനുപയോഗിക്കാറുണ്ട്. അതിനാൽ വിശ്വാസികളോട് അതിനെ നിരോധിക്കപ്പെട്ടു. ഇത് സയ്യിദ് അഹമ്മദ് ഷിഹാബുദ്ദീൻ ഇമ്പിച്ചിക്കോയത്തങ്ങൾ വലിയ ഖാദി കോഴിക്കോട് രചിച്ച അൽ ബയാൻ ഫി മആനിൽ ഖുർആൻ എന്ന പരിഭാഷ. ഇതിൽ അദ്ദേഹം നൽകിയ അർത്ഥം കേൾക്കുക. സത്യവിശ്വാസികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിങ്ങൾ റാഇന എന്ന് ദ്വയാർത്ഥം വെച്ച് പറയരുത്, മറിച്ച് ഉൻനുർന എന്ന് പറയുകയും ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്യുവിൻ. സത്യനിഷേധികൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. ഈ ആയത്തിന് അദ്ദേഹം നൽകിയ വിവരണം ശ്രദ്ധിക്കുക. ഞങ്ങളെ പരിഗണിച്ചാലും എന്നാണ് റാഇന എന്ന പദത്തിന്റെ അർത്ഥം. ഉച്ചാരണത്തിൽ ചെറിയ ഒരു മാറ്റം വരുത്തിയാൽ മൂഢൻ എന്നാവും അർത്ഥം. സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റാഇന എന്ന് പറയുമ്പോൾ മുഹമ്മദിനെ അനുയായികൾ തന്നെ മൂഢനാക്കുന്നു എന്ന് ജൂതന്മാർ അടക്കം പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇത്തരം ദ്വയാർത്ഥങ്ങളുള്ള പദങ്ങൾ പ്രയോഗിക്കരുതെന്നും റാഇന എന്നതിന് പകരം ഉൻനുർന ഞങ്ങളെ ശ്രദ്ധിച്ചാലും എന്ന പദം പ്രയോഗിച്ചാൽ മതിയെന്നും അള്ളാഹു നിർദ്ദേശിച്ചിരിക്കുന്നത്. കേട്ടല്ലോ, നമ്മൾ കേരളത്തിൽ സുന്നികളുടെ വകയായി പുറത്തിറങ്ങിയ പരിഭാഷകൾ ഇതിന്റെ അർത്ഥം കൊടുക്കുന്നു. എന്താണ്? വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ നടത്താനുള്ള തെളിവാണിതെന്നാണോ? അള്ളാഹുവിന്റെ റസൂല് ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന കാര്യങ്ങൾ രണ്ടു തരത്തിലാണ് വിശദീകരണം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന കാര്യങ്ങൾ വേഗത്തിലായി പോകുമ്പോ മനസ്സിലാകുന്നില്ല. അപ്പൊ ഒന്ന് വേഗത കുറക്കുവാൻ റാഇന എന്ന് പറയുന്നു, അതല്ലെങ്കിൽ റസൂലിന്റെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി റാഇന എന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോ ജൂതന്മാര് തമാശയാക്കാണ്. കണ്ടില്ലേ, മുഹമ്മദിന്റെ അനുയായികൾ വിഡ്ഢി എന്ന് വിളിക്കുന്നത്, മൂഢ എന്നല്ലേ വിളിക്കുന്നത്? കാരണം എന്താണ്? റാഇന എന്നതിന് അവർ കൽപ്പിച്ചിരുന്ന അവരുടെ സംസാര ഭാഷയിലുള്ള അർത്ഥം മൂഢൻ എന്നാണ്. അപ്പോഴാ അള്ളാഹു പറഞ്ഞതെന്ത്? ഉൻലുർന, നിങ്ങൾ അതിനു വേണ്ടി ഉൻലുർന എന്ന് പറയുക, അല്ലാതെ നബിയെ ഞങ്ങളെ സഹായിക്കണേ എന്ന അർത്ഥത്തിലല്ല ഇത്. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. മലയാളത്തിൽ എഴുതിയ സുന്നികളുടെ പരിഭാഷയിൽ പോലുമില്ല. എവിടെങ്കിലും ഏതെങ്കിലും ഒരു തഫ്സീറിൽ ലോകത്ത് കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരു മുഫസ്സിർ ഇത് ഇസ്തിഗാസക്കുള്ള തെളിവായി ഉദ്ധരിച്ചിരുന്നുവെങ്കിൽ കേരളത്തിൽ ഇക്കഴിഞ്ഞ സുന്നി പണ്ഡിതന്മാര് അതെടുത്തെഴുതുമായിരുന്നു. എന്തേ കാരണം? അങ്ങനെ എന്തെങ്കിലും തെളിവ് ദുർവ്യാഖ്യാനം നടത്തി ഉണ്ടാക്കുവാൻ കഴിയുമോ എന്ന് അന്വേഷിച്ച ആളുകളാണവർ. അവർ പോലും അത് കൊണ്ടുവരാൻ ധൈര്യപ്പെട്ടില്ല, അങ്ങനെ പറയാൻ ധൈര്യപ്പെട്ടില്ല. എന്തേ പറയാതിരുന്നത്? ഒരു മുഫസ്സിറിന്റെയും പിന്തുണ ഞങ്ങൾക്കില്ല എന്നവർക്കറിയാം. എന്നാൽ എല്ലാ മുഫസ്സിറുകളും ഈ പറഞ്ഞ രണ്ട് രീതിയിൽ ആണ് ഇതിനെ വിശദീകരിച്ചത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും.
ഇസ്തിഗാസക്കുള്ള തെളിവായല്ല, യുക്തിവാദമാണ്. തങ്ങളുടെ ബുദ്ധിയിൽ നിന്നുണ്ടായ തങ്ങളുടെ ഇച്ഛക്കനുസരിച്ച് വിശുദ്ധ ഖുർആനിനെ വ്യാഖ്യാനിക്കുക എന്നതാണ് ഇവർ ചെയ്തത്. മാത്രമല്ല മറ്റൊരായത്ത് കൂടി ഇവർ വിശദീകരിക്കുന്നുണ്ട്. സൂറത്തുൻ നിസായിലെ വലൗ അന്നഹും ളലമു അൻഫുസഹും ജാഊക എന്ന് തുടങ്ങുന്ന ആയത്ത്, ഈ ആയത്ത് വിശദീകരിച്ചതിന് ശേഷം ഈ പൗരോഹിത്യം എവിടേക്കാണ് ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നതെന്നറിയുമോ? ക്രിസ്ത്യാനികൾ എങ്ങനെയാണോ കുംഭസാര സംസ്കാരം ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നത്, അതേപോലെയാണ് ഈ ആയത്തോതി പറഞ്ഞ് മുസ്ലിയാർ സമർത്ഥിക്കുന്നത്. എന്താണ്? ലോകത്ത് ഏതൊരു മുസ്ലിമും അള്ളാഹുവിന്റെ റസൂല് എല്ലാ കാലത്തും റസൂലല്ലേ? തെറ്റ് ചെയ്ത ആളുകൾ എല്ലാ കാലത്തും തെറ്റ് ചെയ്തവരല്ലേ? അപ്പൊ ആരെന്ത് തെറ്റ് ചെയ്താലും അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞ് തൗബ ചെയ്താൽ മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്നാണ്. അഥവാ ഇന്ന് ഒരു മുസ്ലിം കള്ളു കുടിച്ചു എന്ന് വിചാരിക്കുക, അവന് തോന്നുന്നു ഞാൻ ചെയ്തു പോയത് തെറ്റായി, എന്ത് ചെയ്യണം അവൻ? നബിയെ, ഇതാ എന്നോട് ഇങ്ങനെ ഒരു അബദ്ധം ചെയ്തു പോയി, അങ്ങനെക്ക് പുറത്തു തരണം എന്ന് അള്ളാന്റെ റസൂലിനോട് പറയുക, അങ്ങ് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം എന്ന് പറയുക, എന്നിട്ട് പടച്ച തമ്പുരാനോട് പൊറുക്കലിനെ തേടുക. എന്നാലേ ഒരു മുസ്ലിമിന്റെ പാപം പൊറുക്കുകയുള്ളൂ എന്ന ലോകത്ത് ഒരാളും പഠിപ്പിക്കാത്ത, ഒരു മുസ്ലിം പണ്ഡിതനും പഠിപ്പിക്കാത്ത അപകടകരമായ വാദം ഈ ആളുകൾ പറയേണ്ടി വന്നു. എന്തേ കാര്യം? പ്രമാണങ്ങളിൽ നിന്നകന്ന്, ഖുർആനിൽ നിന്നകന്ന്, സുന്നത്തിൽ നിന്നകന്ന്, സഹാബത്തിന്റെ മാർഗത്തിൽ നിന്നകന്ന് തങ്ങളുടെ യുക്തിക്കനുസരിച്ച് ഇസ്ലാമിനെ മനസ്സിലാക്കുവാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഈ അബദ്ധത്തിൽ അവരെത്തിച്ചേർന്നത്. ആ മുസ്ലിയാർ തന്നെ വിശദീകരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇസ്തിഗാസയുടെ രണ്ടാമത്തെ തെളിവ് പിടിച്ചോ. വിശുദ്ധ ഖുർആൻ വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. ആരാ ആയത്ത് വിശദീകരിക്കേണ്ടത്? ഞാൻ വിശദീകരിച്ചാൽ നിങ്ങൾക്ക് പറ്റൂല, നിങ്ങൾ വിശദീകരിച്ചാൽ എനിക്കും പറ്റൂല. പണ്ഡിതന്മാർ വിശദീകരിക്കാൻ, നിങ്ങൾ തന്നെ പ്രാമാണിക പണ്ഡിതനായി ഉദ്ധരിക്കുന്ന അല്ലാമ ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറയുന്നു, യുർശിദു തആല, അല്ലാഹു തആല ഇവിടെ എന്താണ് പറയുന്നത്? അൽ ഉസാത്ത, മുഴുവൻ ദോഷികളോടും, അല്ലിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. അൽ ഉസാത്ത വൽ മുദ്നിബീന, മുഴുവൻ ദോഷികളോടും പറയുന്നു. ഇദാ വഖഅ മിൻഹുമുൽ ഖതഉ വൽ ഇസ്യാൻ, അവരിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതോട് റസൂൽ അല്ലാതാകുന്നില്ല, റസൂലിന്റെ അടുക്കലേക്ക് ചെല്ലണം. എന്നിട്ടോ വയസ്തഗ്ഫിറുല്ലാഹ ഇൻദഹു, അല്ലാഹുവിനോട് റസൂലിന്റെ അടുക്കൽ വെച്ച് പൊറുക്കൽ ചോദിക്കണം. കഴിഞ്ഞില്ല, നബിയോട് ചോദിക്കണം. അവർക്ക് പുറത്തു കിട്ടാൻ വേണ്ടി, അല്ലാഹു അവർക്ക് വേണ്ടി പൊറുക്കൽ ചോദിക്കാൻ വേണ്ടി നബിയോട് ചോദിക്കണം. നബിയോട് ചോദിക്കണമെന്ന് ദോഷികളോട്. ഇപ്പോ ദോഷം ചെയ്താൽ ദോഷിയാവൂലേ? ദോഷിയാകും. നമ്മൾ തെറ്റ് ചെയ്താൽ ദോഷിയാകും. ദോഷിയായാൽ ചോദിക്കണമെന്ന് അല്ലാമ ഇബ്നു കസീർ ഈ ആയത്തിന് അർത്ഥം വെക്കുന്നു. നമ്മൾ അർത്ഥം വെച്ചു എന്ന് പരാതി വേണ്ട, മഹാനായ അല്ലാമ ഇബ്നു കസീർ അർത്ഥം വെക്കുന്നു. അതുകൊണ്ട് വഫാത്തായ നബിയോട് ചോദിക്കാമെന്ന് ഖുർആൻ ഉദ്ധരിച്ചു. അത് തഫ്സീർ സഹിതം ഞാൻ ഖുർആൻ ഉദ്ധരിച്ചു. ഈ പറഞ്ഞ രൂപത്തിൽ ഇബ്നു കസീർ പറഞ്ഞത് മനസ്സിലാക്കിയാലോ? മുസ്ലിയാർ പറഞ്ഞ രൂപത്തിലാണ് ഇബ്നു കസീർ പറഞ്ഞത് എങ്കിൽ എന്തായി അതിന്റെ അർത്ഥം? അല്ലിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. അന്ന് തെറ്റ് ചെയ്താൽ ഇന്ന് പാപം ചെയ്താൽ പാപിയാവൂലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് ജീവിച്ചിരിക്കുന്നവർ റസൂലല്ലേ എന്നൊക്കെ അദ്ദേഹത്തിന്റെ വകയായി പറഞ്ഞ വ്യാഖ്യാനമാണ് ഇബ്നു കസീറിന്റെതെങ്കിൽ എന്താ ഇസ്ലാം? ഇൻകാലത്ത് ജീവിച്ചിരിക്കുന്ന ഒരാൾ തെറ്റ് ചെയ്താൽ അള്ളാഹുവിന്റെ റസൂലിനോട് പറയണം. കാരണം അല്ലാഹ് പറഞ്ഞത് എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്താ? വലൗ അന്നഹും ളലമു അൻഫുസഹും ജാഊക, അവർ താങ്കളുടെ അടുക്കൽ വരണം. ഫസ്തഗ്ഫിറുല്ലാഹ, അവര് അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടണം. വസ്തഗ്ഫറ ലഹുമുർ റസൂലു, റസൂൽ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം. അപ്പൊ ഇന്ന് നമ്മളൊരു തെറ്റ് ചെയ്താൽ ഒന്നുകിൽ റസൂലിന്റെ ഖബറിന്റെ അരികിലേക്ക് ചെല്ലണം, അല്ലെങ്കിൽ ഇവിടുന്ന് നേരെ റസൂലിനെ വിളിക്കണം. നേരെ വിളിച്ചാ പോരാ, ഇവിടുന്ന് വിളിച്ചാ പോരാ, ജാഊക എന്നാണ്. അപ്പൊ ലോകത്ത് ഏത് മുസ്ലിം തെറ്റ് ചെയ്താലും അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ചെല്ലണം, വേണ്ടേ? സാധാരണ മുസ്ലിംമാർക്ക് ആ വിശ്വാസം ഉണ്ടോ? സുന്നികൾക്ക് എങ്ങനെ ഒരു വാദമുണ്ടോ? ഇബ്നു കസീർ പറഞ്ഞത് അവിടെ നിൽക്കട്ടെ. ഇബ്നു കസീർ പറഞ്ഞത് ഇങ്ങനെയാണ് എന്നീ മുസ്ലിയാർ പറഞ്ഞ വാദം സാധാരണക്കാരായ മുസ്ലിങ്ങൾ അംഗീകരിക്കുമോ? ലോകത്തേത് മുസ്ലിം തെറ്റ് ചെയ്താലും അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ ചെല്ലണം.
അന്നത്തെ സംഭവത്തിൽ ഈ തെറ്റ് ചെയ്ത ആളുകൾ നിങ്ങൾ എവിടെ നിന്നെങ്കിലും റസൂലിനെ വിളിച്ചാൽ മതി എന്നല്ല, റസൂലിന്റെ സന്നിധിയിലേക്ക് ചെല്ലുകയാണ്. ഇന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയില്ല, പിന്നുള്ളത് എന്താ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ. ആ ഖബറിനരികിൽ ചെല്ലണോ? എന്നിട്ട് റസൂലിനോട് പറയണോ? എന്നിട്ട് റസൂൽ പൊറുക്കലിനെ തേടുകയും നമ്മൾ പൊറുക്കലിനെ തേടുകയും ചെയ്യണോ? വേണ്ട. അങ്ങനെ ഒരു നിയമം ലോകത്ത് ആരും പഠിപ്പിച്ചിട്ടില്ല, ഒരു ഇസ്ലാമും പഠിപ്പിച്ചിട്ടില്ല. പിന്നെന്താ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് അക്കാലത്ത് തെറ്റ് ചെയ്ത ആളുകളോട് അല്ലാഹു പറഞ്ഞു എന്ന നിലയിലാണ്. അള്ളാഹുവിന്റെ റസൂലിന് മനപ്രയാസമുണ്ടാക്കുന്ന പ്രവർത്തനം, ആ റസൂലിന്റെ നിർദ്ദേശങ്ങളെ അവഗണിച്ചുകൊണ്ട് ജൂതന്മാരുടെ വിധി തേടിപ്പോയ ആളുകളുമായി ബന്ധപ്പെട്ടതാണ് വിഷയം. അല്ലാതെ അക്കാലത്ത് ഏത് തെറ്റ് ചെയ്താലും എന്നുള്ള വിഷയവും അതിലില്ല. അക്കാലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലം, അക്കാലത്ത് പോലും ഏതെങ്കിലും ഒരു സഹാബി തെറ്റ് ചെയ്താൽ, ഏതെങ്കിലും ഒരു സഹാബിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിച്ചാൽ അത് അള്ളാഹുവിന്റെ റസൂലിനോട് പോയി പറയണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിനോട് തൗബ ചെയ്യാനാ പഠിപ്പിച്ചത്. ഇത് റസൂലിന്റെ അടുക്ക പോയി പറയാനുള്ള കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനപ്രയാസം ഉണ്ടാക്കി. അത് ഇന്നും നമ്മൾ പറയുന്ന കാര്യമല്ലേ? ഞാൻ ഒരാളെ പറ്റി ഗീബത്ത് പറഞ്ഞു, അയാളെ പറ്റി ഒരു അപവാദം ഞാൻ പ്രചരിപ്പിച്ചു, എനിക്കത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു. ഞാൻ അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നതോടൊപ്പം തന്നെ അയാളോട് പറയണം, എന്റെ അരികിൽ ഇങ്ങനെ ഒരു അബദ്ധം വന്നുപോയി, നിങ്ങളത് ക്ഷമിക്കണം, പടച്ചതമ്പുരാനോട് എനിക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം എന്ന് അയാളോട് ഞാൻ പറയണം. ഒരാളുടെ കടയിൽ നിന്ന് ഞാനൊരു സാധനം മോഷ്ടിച്ചു, അത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു, അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നതോടൊപ്പം ഞാൻ ആ കടക്കാരനോട് പറയണം, ഇങ്ങനെ ഒരു അബദ്ധം എനിക്ക് സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾ പൊറുക്കലിനെ തേടണമെന്ന്. അതാണ് ഇവിടെ വിഷയം. അല്ലാതെ ലോകത്ത് എന്ത് തെറ്റ് ആര് ചെയ്താലും അവരെല്ലാം അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നതിന് പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു പറയണം, റസൂലിന്റെ അരികിലേക്ക് പോകണം എന്നീ ആയത്തിന് അർത്ഥമില്ല. ഇബ്നു കസീർ എന്നല്ല, ലോകത്തൊരു മുഫസ്സിറും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് യുക്തിവാദമാണ്. ഈ ആളുകൾ അവരുടെ വകയായി കെട്ടിയുണ്ടാക്കിയ അവരുടെ മാത്രം വാദമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ടോ ഈ ജാതി ദുർവ്യാഖ്യാനമൊക്കെ നടത്തി. പക്ഷേ കേരളത്തിലെ മുസ്ലിങ്ങളെ കിട്ടുന്നില്ല. കേരളത്തിലെ മുസ്ലിങ്ങൾ ഇസ്ലാഹി പ്രസ്ഥാനം ഇത് പ്രചരിപ്പിക്കുകയും ഈ സന്ദേശവുമായി ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങുകയും ചെയ്തു. ഈ പ്രസ്ഥാനത്തിനകത്തുള്ള ആളുകൾ പോലും ഉയർത്തിയ വെല്ലുവിളികളെ തട്ടിമാറ്റിക്കൊണ്ട് ഈ ദഅവത്തുമായി ഇസ്ലാഹി കേരളം മുന്നോട്ടേക്ക് നീങ്ങി. അള്ളാഹുവിനെ ഭയപ്പെടുന്ന, പരലോകത്തെ പേടിക്കുന്ന സാധാരണക്കാരായ ആളുകൾ ഈ സന്ദേശം കേൾക്കുവാനും അത് ഉൾക്കൊള്ളുവാനും തുടങ്ങി. എങ്ങനെയെങ്കിലും ഒഴുകിപ്പോകുന്ന അണികളെ പിടിച്ചു നിർത്താൻ വേണ്ടി അവസാനം ഇവർ കണ്ടെത്തിയ ഒരു മാർഗമായിരുന്നു, എങ്കിൽ നമുക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു യാത്ര നടത്തിക്കളയാം. അങ്ങനെ ഒരു യാത്ര നടത്തി. എന്താ യാത്രയുടെ പേര്? മതനവീകരണത്തെ വിചാരണ ചെയ്യുക എന്ന. മതനവീകരണത്തിനെതിരെയുള്ള വിചാരണയാണ്. അങ്ങനെ ഒരു വിചാരണ യാത്ര തുടങ്ങി. എവിടെ നിന്ന്? തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക്. യാത്ര തുടങ്ങുമ്പോ ഇവരുടെ മനസ്സിലുണ്ടായിരുന്ന പൂതി എന്താണെന്നറിയോ? യാത്രയൊക്കെ തുടങ്ങുമ്പോ ഈ സഖാഫിമാരുടെ മനസ്സിലൊരു പൂതി ഉണ്ടായിരുന്നു. ആ പൂതി ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് സഖാഫി തന്നെ പറയുന്നതാണല്ലോ. നിങ്ങളൊന്ന് കേട്ടുനോക്കൂ. അത് ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ ആദർശ പ്രചാരണ യാത്ര തിരുവനന്തപുരത്ത് നിന്ന് തുടക്കം കുറിച്ചിട്ടേ ഉള്ളൂ. മെയ് 7-ാം തീയതി കാസർഗോഡ് സമാപിക്കുമ്പോഴേക്ക് സർവ മൗലവിമാരെ കൊണ്ടും ഞങ്ങൾ മമ്പുറത്തെ തങ്ങളെ വിളിപ്പിക്കും, മൊയ്യത്തീൻ ശൈഖിനെ വിളിപ്പിക്കും, മുഴുവൻ മൗലവിമാരെ കൊണ്ട് ഞങ്ങൾ മന്ത്രിപ്പിക്കും. ഞങ്ങളെ ഓങ്ങിയിട്ടുള്ളൂ, അടിച്ചിട്ടില്ല. ഓങ്ങിയിട്ടുള്ളൂ. ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ. ഇറങ്ങി. അങ്ങനെയാ ജാഥ തുടങ്ങിയത്. പക്ഷേ ഒരൊറ്റ മുജാഹിദും വിളിച്ചില്ലെന്ന് മാത്രമല്ല, ചിലതൊക്കെ കേരളത്തിൽ സംഭവിച്ചു. എന്താ സംഭവിച്ചത്? കാസർഗോഡ്, തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയ ജാഥ കാസർഗോഡ് എത്തുമ്പോഴത്തേക്ക് അലവി സഖാഫിയും പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരും ചെമ്മാട്ടും ഇറങ്ങിപ്പോയി. ഒരിറക്കം നടന്നത് അവിടെയാണ്. പിന്നെയോ വിളിക്കൽ നടന്നു. ഏതാ വിളിച്ചത്? മുസ്തഫ കാവിലി സഖാഫി
അതുവരെ മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചിരുന്നു, അതുവരെ റിഫായി ശൈഖിനെ വിളിച്ചിരുന്നു. യാത്ര തുടങ്ങുന്നത് വരെ അത് തരക്കേടില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയിരുന്നു. പക്ഷേ ഈ യാത്രയും അതിന്റെ ബഹളവും വെപ്രാളവും ഒക്കെ കണ്ടപ്പോ അദ്ദേഹത്തിന് തോന്നി ഇനി ഈ വിളി ശരിയാവില്ല. അങ്ങനെ അദ്ദേഹം അള്ളാഹുവിനെ മാത്രം വിളിക്കാൻ തുടങ്ങി. സഖാഫി പോലും അള്ളാഹുവിനെ മാത്രം വിളിക്കാൻ തുടങ്ങി എന്നതാണ് യാത്ര കൊണ്ടുണ്ടായ നേട്ടം. പറഞ്ഞു വന്നത്, തങ്ങളുടെ യുക്തിവാദവും ദുർവ്യാഖ്യാനവും ഈ സമൂഹത്തിൽ വിലപ്പോകുന്നില്ല എന്ന് കണ്ടപ്പോ ആളുകളെ ചാക്കിടാൻ വേണ്ടി നടത്തിയ യാത്രയും അതിനെപ്പറ്റി ഇവർക്കുണ്ടായിരുന്ന പ്രതീക്ഷയുമാണ് ഈ പറഞ്ഞത്. തിരുവനന്തപുരത്ത് നിന്നുള്ള യാത്ര തുടങ്ങി അത് കാസർഗോഡ് എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഇവരെ വിചാരണ ചെയ്യുക എന്ന് പറഞ്ഞൊരു 3 പരിപാടി കേരളത്തിന്റെ പല ഭാഗത്തും നടത്തിയപ്പോ പിന്നെ ഇത് മെല്ലെ അടക്കിക്കൂട്ടി അവര് സ്ഥലം വിടുക ചെയ്തത്. ആദ്യം തുടങ്ങുമ്പോ ഉണ്ടായിരുന്ന സാധാരണ അങ്ങനെയാണല്ലോ, വയനാട്ടിൽ പോയ മാതിരി എന്ന് പറയും. വയനാട്ടിൽ പോകാൻ നല്ല ഉഷാറാണ്, പക്ഷെ പോരുമ്പോഴത്തേക്ക് അവിടുത്തെ തണുപ്പും കാലാവസ്ഥയൊക്കെ കൊണ്ട് ആകെ മടുത്തിട്ടുണ്ടാകും. അതേമാതിരിയാ യാത്ര തുടങ്ങിയത്. തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങുമ്പോൾ ആവേശം കാസർഗോഡ് എത്തുമുണ്ടായില്ല. ഇനിയോ ഇങ്ങനെ ഈ ഒരു വശം നമ്മൾ കാണുമ്പോൾ തന്നെ ഈ ആളുകളുടെ ദുർവ്യാഖ്യാനം കാരണം, ഈ ആളുകളുടെ ഇത്തരത്തിലുള്ള യുക്തിവാദം കാരണം കേരളത്തിലെ മുസ്ലിം സമൂഹം അകപ്പെട്ട ഭീകരമായ അവസ്ഥയെക്കുറിച്ച് കൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കേണ്ട, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കേണ്ട, തൗഹീദിന്റെ പതാക ആകാശത്തുയർത്തിപ്പിടിക്കേണ്ട ഈ സമുദായം ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, ശിർക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും ശിർക്കിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനം ഇത് മനസ്സിലാക്കുകയും ഈ ആദർശം ജനങ്ങളോട് പറയുകയും കുറെ ആളുകൾ, ഒരുപാട് ആളുകൾ ഓരോ ദിവസവും ഈ സന്ദേശം മനസ്സിലാക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ പുതിയ പുതിയ ശിർക്കുകൾ കണ്ടെത്തി ആ ശിർക്കിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനുള്ള ശ്രമം ഈ കക്ഷികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് കണ്ടപ്പോ മുജാഹിദുകൾക്ക് മാത്രമല്ല വേദനയുണ്ടായത്. മുസ്ലിം സമുദായം ഇങ്ങനെ യാതൊരു ഉളുപ്പും മറയുമില്ലാതെ ശിർക്കിലേക്ക് നീങ്ങുന്നത് കണ്ടപ്പോ മുജാഹിദുകൾ മാത്രമല്ല വേദനിച്ചത്, ഒരു മുസ്ലിയാർക്ക് തന്നെ അതിൽ വല്ലാത്തൊരു വേദനയുണ്ടായി. ആ വേദന അദ്ദേഹം നാമുമായി പങ്കുവെക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഇന്നിവിടെ പറയുന്ന വിഷയം ശിർക്കിന്റെ വിവിധ മുഖങ്ങൾ എന്ന്. പല ആളുകളുമായും ഇത് സ്പർശിക്കാൻ സാധ്യതയുണ്ട്, പല മതങ്ങളുമായും ഇത് ബന്ധപ്പെടും. എന്നാൽ ഇത് ബന്ധപ്പെടുത്തുന്നത് സത്യത്തിൽ മുസ്ലിമീങ്ങളുമായി മാത്രമാണെന്ന് സാന്ദർഭികമായി ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ മതങ്ങൾക്കും അവരുടെ അധ്യാപകരുണ്ട്, അവരവർ പഠിപ്പിക്കേണ്ടതാണ്. മറ്റുള്ള കാര്യമൊക്കെ വിശദമായി ഇന്നലെ നാം ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു മതത്തെ നോവിക്കണമെന്ന ഉദ്ദേശ്യം ഇല്ല, അതിനു വേണ്ടിയുള്ള ഒരു പ്രവർത്തനവുമല്ല ഇത്. പകരം മനുഷ്യനുമായി അടുപ്പിക്കുന്ന ഒരു സേവനമാണ്. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലയുടെ വക്താക്കളായ മുസ്ലിമീങ്ങൾ വളരെ കനപ്പെട്ട ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് അടുത്ത കാലഘട്ടത്തിൽ അകന്നുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ചിന്തയാണ് ഇങ്ങനെ ഒരു പ്രഭാഷണത്തിന്, ഇങ്ങനെ ഒരു വിഷയത്തെ ഒരു ദിവസത്തെ പ്രഭാഷണമാക്കിയത് എന്ന് ഞാനിവിടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തും. അപ്പൊ പല ആളുകളെയും അത് ബന്ധപ്പെട്ടാലും, പല പ്രത്യയശാസ്ത്രങ്ങളുമായും അത് ബന്ധപ്പെട്ടാലും ഒന്നും ആരെയും വേദനിപ്പിക്കാനുള്ള മനഃപൂർവ്വമല്ല. എല്ലാ വിഭാഗങ്ങളിലെയും ആളുകളെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇസ്ലാമിന് അതിൻ്റെതായ ഒരു ചട്ടക്കൂടുണ്ട്, അതെല്ലാ മതങ്ങൾക്കും ഉണ്ടാകുമല്ലോ. ഇസ്ലാം എന്ന അള്ളാഹുവിന്റെ പ്രകൃതിയുടെ വരദാനമാണ് ദീനുൽ ഇസ്ലാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹു സ്വീകരിക്കുന്ന മതം ഇസ്ലാമാണെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിയാണ് മഹായോഗികൾ ഈ ഭൂമുഖത്ത് വന്നിട്ടുള്ളത്. അതാണ് പ്രവാചകന്മാർ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഏറ്റവും മഹത്തായ സത്യം. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യുന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ബഹുമാനപ്പെട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനപരമായ സിദ്ധാന്തങ്ങളുമായി മുസ്ലിമീങ്ങൾ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാന്ദർഭികമായി പലപ്പോഴും ഈ പ്രഭാഷണത്തിൽ ചിലപ്പോൾ മുസ്ലിമീങ്ങളെ തന്നെ നോവിക്കാൻ സാധ്യതയുണ്ട് എന്നുകൂടി ഞാനിവിടെ പറയും. ഞാൻ സത്യത്തിൽ നോവിക്കാൻ ഉദ്ദേശിക്കുന്നത്
മുസ്ലിമീങ്ങളെയും തന്നെയാണ്. വല്യകുൻ ഫീഹി മായകൂൻ. അതുകൊണ്ട് എന്ത് വന്നാലും വേണ്ടില്ല എന്നിടത്താണ് ഇപ്പോൾ ഞാനുള്ളത്. എല്ലാ കൊല്ലവും ഇങ്ങനെ ഒരു പ്രഭാഷണത്തിന് ആള് കൂടണം എന്ന നിർബന്ധമൊന്നും എനിക്കില്ല. കൂടിയ ജനങ്ങളോട് സത്യം പറയണം എന്ന ഉദ്ദേശം മാത്രമേ. എല്ലാവർക്കും ഓരോ തലോടൽ കൊടുക്കുന്നതിന് മുമ്പ് ചിലപ്പോഴൊക്കെ അതിനപ്പുറം പ്രഹരം നൽകേണ്ടി വരും. കേട്ടല്ലോ, ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശിർക്കിനെ കുറിച്ച് അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ട പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് അർപ്പിക്കുന്നതിനെ കുറിച്ച് ആ ശിർക്ക് നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് മുജാഹിദുകൾ പറഞ്ഞപ്പോ ഇതാ മുജാഹിദുകൾ നമ്മളെയൊക്കെ മുശ്രിക്കാക്കുകയാണ്, നമ്മളെ നോവിക്കുകയാണ് എന്ന് പറഞ്ഞ ആളുകൾക്ക് ഇപ്പൊ എന്ത് പറയേണ്ടി വന്നു? ഇനി നമ്മളും നോവിക്കാൻ പോവുകയാണ്. ആരാ ഈ ശിർക്കിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചത്? ഈ ശിർക്കാരാ പഠിപ്പിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാത്ത, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത സമ്പ്രദായങ്ങൾ മതത്തിലുണ്ടാക്കി അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുവാനുള്ള സമ്പ്രദായം ആരാണ് ഈ സമൂഹത്തിന് അടിച്ചേൽപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തത്? അല്ലാഹുവിന്റെ റസൂല് ഖബറുകൾ കെട്ടിയുയർത്തിയില്ല. ഇസ്ലാമിൽ എവിടെയും മഹാന്മാരുടെ ഖബറുകൾ കെട്ടിയുയർത്തി അവിടെ നേർച്ചയും ഉറൂസും നടത്തുന്ന സമ്പ്രദായമില്ല. എന്നാൽ നോക്കൂ, നമ്മുടെ നാട്ടിലെ ചിത്രങ്ങൾ, ഖബറുകൾ കെട്ടിയുയർത്തപ്പെടുന്നു, ആ ഖബറുകൾക്ക് മുമ്പിൽ ആളുകൾ പോയി തുണി മൂടുന്നു. അതേപോലെ തന്നെ അതിനരികിൽ ഉറൂസുകളും ഉത്സവങ്ങളും സംഘടിപ്പിക്കപ്പെടുന്നു. അവിടെ പോയി പ്രാർത്ഥിച്ചാൽ പുണ്യമുണ്ട് എന്ന് വിചാരിക്കുന്നു. അജ്മീർ പോലെയുള്ള ജാരങ്ങളിൽ ആളുകൾ പൂക്കളുമായി കടന്നു ചെല്ലുകയും ഭക്ത്യാദരപൂർവം അവിടെ പൂക്കൾ അർപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഖബറുകൾക്ക് സുജൂദ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ ഖബറുകളുടെ അരികിൽ നിലവിളക്കുകൾ കത്തിച്ചു വെക്കുകയും അതിനെ മുത്തുകയും അതിനെ തൊട്ട് തലോടുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ ഈ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഖബറുകൾ മാത്രമല്ല, കല്ലുകൾക്ക് മുമ്പിൽ പോലും സുജൂദ് ചെയ്യുകയും പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി കടന്നു ചെല്ലുകയും ചെയ്യുന്ന സമുദായം തീരുന്നില്ല. മരങ്ങൾക്ക് മുമ്പിൽ, കേവലം ഖബറില്ലാത്ത ഒരു മരത്തിന് മുന്നിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുകയും ഈ സമൂഹത്തെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന പൗരോഹിത്യം ഇപ്പോൾ കുംഭസാരവുമായി രംഗത്ത് വരുന്നു. ഞങ്ങൾ നോവിക്കാൻ പോവുകയാണ് എന്ന്. ആരാണ് ഈ സമുദായത്തെ നോവിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയത്? മുജാഹിദുകൾ പറഞ്ഞു, പ്രിയപ്പെട്ട സമുദായമേ, നിങ്ങൾക്ക് ചിലപ്പോൾ ഞങ്ങൾ പറയുന്നത് നോവുന്നുണ്ടാകാം. പക്ഷേ ഈ നോവലിനേക്കാൾ, ഈ വേദനയേക്കാൾ, ഈ പ്രയാസത്തെക്കാൾ ഞങ്ങൾക്ക് ബോധവൽക്കരിക്കാനുള്ളത് പരലോകത്തുള്ള പ്രയാസത്തെ കുറിച്ചാണ്, അവിടെയുള്ള വേദനയെ കുറിച്ചാണ്, അവിടെ നോവുന്നതിനെ കുറിച്ചാണ് എന്നീ സമുദായത്തെ മുജാഹിദുകൾ പറയുകയും പഠിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ പൗരോഹിത്യം ഒന്നടങ്കം എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഞങ്ങളുടെ വാപ്പമാരെ മുശ്രിക്കുകളാക്കുകയാണോ? നിങ്ങൾ ഞങ്ങളുടെ കാരണവന്മാരെ മുശ്രിക്കുകളാക്കുകയാണോ? ആ ചോദ്യം കേട്ട സമുദായം, ഈ മരം ദൈവമാണെന്ന് ഇവർ വിശ്വസിക്കുന്നില്ല, ദൈവാവതാരമാണെന്ന് ഇവർ വിശ്വസിക്കുന്നില്ല, ദൈവപുത്രനാണെന്ന് ഇവർ വിശ്വസിക്കുന്നില്ല. അതേപോലെ തന്നെ ദൈവത്തിന്റെ കഴിവുകൾ ഈ മരത്തിനുണ്ട് എന്ന് ഈ സാമാന്യ ജനം വിശ്വസിക്കുന്നില്ല. ഫത്വ നൽകിയ പണ്ഡിതന്മാരെ, ആരാണിവരെ ശിർക്കിലേക്ക് നയിച്ചത്? ആരാണ് ഈ ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോയത്? വിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനിച്ച് യുക്തിവാദം പ്രചരിപ്പിച്ച് പ്രാർത്ഥന ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഈ സമുദായത്തെ തെറ്റിലേക്ക് നയിച്ചതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ ആർക്കാണ് മാറി നിൽക്കുവാൻ കഴിയുക എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കേണ്ടതുണ്ട്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ ആദർശത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ചു കളയാൻ സമ്പ്രദായങ്ങൾ തുടങ്ങി, ആചാരങ്ങൾ തുടങ്ങി, അനുഷ്ഠാനങ്ങൾ തുടങ്ങി. മുജാഹിദുകൾ അത് പറഞ്ഞു, ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ തുടങ്ങി. പിന്നെയോ ചില മുസ്ലിംമാർക്ക് തന്നെ അത് തരക്കേടില്ല. മുജാഹിദുകൾ പറയുന്നതാണ് ശരി, മുജാഹിദുകൾ പറയുന്നതാണ് ശരി, സമുദായം ശിർക്കിലേക്ക് പോകാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് ചില മുസ്ലിംമാർക്ക് തന്നെ തോന്നി തുടങ്ങിയപ്പോ സാധാരണ നമ്മൾ നാട്ടിൽ പറയാറുള്ള ഒരു സംഭവമാണ് അരങ്ങേറുന്നത്. എന്താണ്? ഒരാള് പോക്കറ്റ് അടിച്ചിട്ട് ഓടി, ആളുകൾ പിന്നാലെ കൂടിയപ്പോ അയാളും മുന്നിലേക്ക് ചൂണ്ടി ഓടിയത്രേ, ദാ കള്ളം പോകുന്നു, പിടിക്കൂ എന്ന് പറഞ്ഞിട്ട്.
ഇത് അതുമല്ല, കള്ളൻ തിരിഞ്ഞു നിന്നിട്ട് ആളുകളെ കൊല്ലയാണ്, ഇതാ കള്ളൻ എന്ന് പറയുന്ന അവസ്ഥ. നോക്കൂ, ഈ അനാചാരങ്ങളൊക്കെ സമുദായത്തിലെ സാധാരണക്കാരുടെയും അതേപോലെ പണക്കാരുടെയും തലയിൽ കയറ്റിവെച്ച് രക്ഷപ്പെടാനാണ് പൗരോഹിത്യം ശ്രമിക്കുന്നത്. ആത്മീയതയുടെ വിളനിലങ്ങളായ മക്ബറകളിൽ പലതും അനർഹരായവരാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാത് പ്രദേശങ്ങളിലെ പ്രമാണിമാർ, രാഷ്ട്രീയ നേതാക്കൾ, ബൗദ്ധിക വിദ്യാസമ്പന്നർ, താവഴിക്കാർ, തറവാട്ടുകാർ തുടങ്ങിയവരാണ് പലപ്പോഴും ഇവയുടെ കമ്മിറ്റിക്കാർ. അനിസ്ലാമികത നടക്കുന്ന മക്ബറകളിലെ ഭരണസമിതികളെ പരിശോധിക്കുക. 90% പേരും മതത്തെക്കുറിച്ച് പ്രാഥമിക ജ്ഞാനം പോലും ഇല്ലാത്തവരായിരിക്കും. വിവരമില്ലെങ്കിൽ വിവരമുള്ളവരോട് ചോദിച്ചു തീരുമാനമെടുക്കുക എന്ന മാന്യത ജീവിതത്തിൽ ഒരിക്കൽ പോലും ചെയ്യാൻ അവരിഷ്ടപ്പെടുകയില്ല. വിവരമില്ലാത്ത അവർ പിഴക്കുകയും മറ്റു വിവരമില്ലാത്തവരെ പിഴപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. മക്ബറകളിൽ അനിസ്ലാമികത നിർത്തൽ ചെയ്യാൻ തയ്യാറാകാത്ത ഇവരെ അത്തരം സ്ഥാനങ്ങളിൽ നിന്നും പുറത്താക്കാത്തിടത്തോളം അനാചാരങ്ങൾക്ക് അറുതി പ്രതീക്ഷിക്കേണ്ടതേയില്ല. സ്ത്രീകളുടെ അഴിഞ്ഞാട്ടവും പൂരവും വെടിക്കെട്ടുകളുമൊക്കെ ഒരു ഉദാഹരണം മാത്രം. അപ്പൊ നാട്ടിൽ നടക്കുന്ന നേർച്ചയോടനുബന്ധിച്ച് നടക്കുന്ന അനാചാരങ്ങളുടെ ഉത്തരവാദികൾ ആരാണ്? വിവരമില്ലാത്ത, സ്വയം പിഴപ്പിക്കുന്ന പ്രമാണിമാരാണ്, പണക്കാരാണ്, കമ്മിറ്റിക്കാരാണ്. മാത്രമല്ല, അവര് ചെയ്ത ഒരു മഹാപാതകം എന്താ? അവർക്കോ വിവരമില്ല. എന്നാ വിവരമുള്ള ആളുകളോടൊന്ന് ചോദിക്കണ്ടേന്നാണ്. വിവരമുള്ള ആളുകളോട് ചോദിച്ചിട്ട് ശരി മനസ്സിലാക്കണ്ടേ? അപ്പോഴല്ലേ ഈ കാര്യങ്ങൾ ശരിയായ ദിശയിലൂടെ മുന്നോട്ട് പോവുകയുള്ളൂ. ഇതൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാ? വിവരമില്ലാത്ത ആളുകളോട്, വിവരമില്ലാത്ത ആളുകൾ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നതാണ്. പരിഹാരം എന്താണ്? വിവരമുള്ള ആളുകളോട് ചോദിക്കണം. അപ്പൊ പിഴക്കുകയുമില്ല, പിഴപ്പിക്കുകയുമില്ല. പക്ഷേ വിവരമുള്ള ആളുകളോട് ചോദിച്ചപ്പോഴുള്ള അവസ്ഥ എന്താ? ഈ പറഞ്ഞ അനാചാരങ്ങൾ, ചെണ്ടമേളം, ആന, അതേപോലെ പൂവിടൽ, അതേപോലെ തന്നെ കബറുമുത്തൽ, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇവര് പറയുന്ന വിവരമുള്ള ആളുകളോട് ചോദിച്ചു നോക്കി ജനങ്ങൾ. എന്താ വിവരമുള്ള ആളുകൾ പറഞ്ഞ മറുപടി? നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പറയട്ടെ, എന്തൊക്കെ പറഞ്ഞത്? ഹറാമാണ് ഏതൊക്കെ എന്നാ പറഞ്ഞത്? ചന്തമുട്ടായി ഹറാമാണെന്ന് അല്ല, ജായിസാണെന്ന് ആവശ്യത്തിൽ ആയിക്കോട്ടെ, ഉണ്ടായിക്കോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, തുടിയായ, അതായത് നടു കുടുങ്ങിയതും രണ്ടു ഭാഗം വിശാലമല്ലാത്തതുമായ ചെണ്ട, വലിയ ചെണ്ട, അത് വിട്ടാൽ കുഴപ്പമില്ല. അത് ജായിസ് തന്നെ. ഇതിലെന്താ? അപ്പൊ ആ പുസ്തകത്തിലുള്ള നിയമം തമ്മിൽ എതിർപ്പില്ല. വിഷയം ഇടുമ്പോ വലിയ വിഷയം തന്നെയാണ്. ഇങ്ങനെ വലിയ വിഷയം തന്നെയാണ്. പറയുന്നത് അത് കേൾക്കുകയാണ്. അടുത്ത വിഷയം ആനക്കത്തെ കുഴപ്പം. ആന എന്ന് പറഞ്ഞ ഹറാമാണ് എടുക്കുന്നുണ്ടോ? ഖുർആനിൽ പറഞ്ഞു ആനനെ തൊടാൻ പാടില്ല, കാണാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. തവാഫ് ചെയ്യുന്ന വേളയിൽ ഹജറുൽ അസ്വദ് തൊട്ടുമുത്തും പോലെയാണ്. അതുകൊണ്ട് തന്നെ ഹജറുൽ അസ്വദ് തൊട്ടുമുത്താൻ നേരെ കഴിയാത്ത ആൾക്ക് ആംഗ്യം കാണിച്ചിട്ടെങ്കിലും ചുംബിക്കാൻ അനുമതിയുള്ളതുപോലെ മക്കാമിൽ ചെല്ലുന്ന ആൾക്ക് അഹമ്മദുൽ ബദവിയുടെ ഒക്കെ ഖബറിൽ വലിയ തിരക്കുണ്ടാകും. ചിലപ്പോൾ അങ്ങനെ തൊട്ടുമുത്താനൊന്നും കഴിഞ്ഞില്ലെങ്കിൽ ബറക്കത്ത് ഉദ്ദേശിക്കുന്ന ആൾക്ക് കൈകൊണ്ടിങ്ങനെ ആംഗ്യം കാണിച്ച് തൊട്ടുമുത്തിയാലും യാതൊരു പന്തികേടും ഇല്ല എന്നാണ്. ഉണ്ടായാലുള്ള ഗുണമെന്ത്? റഹ്മത്തിൻ്റെ മലായിക്കത്ത് ഇഷ്ടപ്പെടുന്നതും അവർ വർഷിക്കുന്നതുമാണ്, നല്ല വാസനകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഉദ്ദേശത്തിൽ പുഷ്പം അവിടെ വിതറുന്നതിലും പന്തികേടില്ല. മറ്റു കാര്യങ്ങളെല്ലാം ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നതായതുകൊണ്ട് അതിലും പന്തികേടില്ലെന്ന് മാത്രമല്ല, ഔലിയാക്കന്മാരെ കൊണ്ട് ബറക്കത്തെടുക്കൽ സുന്നത്ത് കൂടിയാകുന്നു. എന്തിനാ പാവപ്പെട്ട പ്രമാണിമാരുടെ മേൽ കുതിര കയറുന്നത്? അവര് ചോദിച്ചു, വിവരമുണ്ട് എന്ന് അവർ വിചാരിച്ചവരോട് ചോദിച്ചു. വിവരമുണ്ട് എന്ന് സ്വയം വിചാരിക്കുന്നവർ അതിനനുസരിച്ച് ഫത്വ നൽകി. പക്ഷേ നടന്നതോ? വിവരമുള്ളവരോട് ചോദിച്ചപ്പോഴാണ് ഈ വിവരമുള്ള പിഴച്ചവർ വിവരമില്ലാത്ത സാധാരണക്കാരെ പിഴപ്പിച്ചത്. വിവരമുള്ള മുസ്ലിംമാരോട് ചോദിച്ചു, എന്നാ വിവരം കിട്ടുമല്ലോ എന്നാണ് അവർ വിചാരിച്ചത്. അപ്പൊ വിവരമില്ലാത്ത മുസ്ലിംമാർ എന്ത് ചെയ്തു? ഫത്വ കൊടുത്തു. ചെണ്ടയോ? ചെണ്ടക്കെന്താ കുഴപ്പം? നടു കുടുങ്ങാതിരുന്നാ മതി. ആനയോ? ആനക്കെന്താ കുഴപ്പം? ആന ഹറാമാന്ന് ഖുർആനിലുണ്ടോ? ഇല്ല, അതിനും കുഴപ്പമില്ല. പിന്നെയോ തൊട്ടുമുത്തലോ? അത് ഹജറുൽ അസ്വദ് തൊട്ടുമുത്തുന്നില്ലേ? അതുപോലെയാണ്. ഇനി തൊട്ടുമുത്താൻ പദവി സയ്യിദിന്റെ ഒക്കെ ഖബറിന്റെ അടുത്ത് എത്തിയിട്ട് തൊട്ടുമുത്താൻ കഴിയില്ലെങ്കിൽ ആംഗ്യം കാണിച്ചു മുത്തിയാലും മതി. പിന്നെ പൂവിടലോ? അത് റഹ്മത്തിന്റെ മലക്കിറങ്ങാനാണ്.
എന്തേ സാധാരണക്കാരെ ഖബറിന്റെ മുകളിലൊന്നും റഹ്മത്തിന്റെ മലക്കിറങ്ങണ്ടേ? നമ്മൾ ആലോചിച്ച് നോക്കൂ, സ്വന്തം ഉമ്മാന്റെയും വാപ്പാന്റെയും ഖബറും പുറത്ത് ഏതെങ്കിലും മക്കൾ പൂ കൊണ്ടുപോയി ഇടാറുണ്ടോ? ഒന്ന് ചോദിച്ചു നോക്കൂ ഉസ്താദിനോട്. ഉസ്താദെ, മമ്പുറത്ത് പൂവിടാമെന്ന് പറയുന്ന, ഭീമാപ്പള്ളിയിൽ പൂവിടാമെന്ന് പറയുന്ന, അതേപോലെയുള്ള ജാറങ്ങളിൽ പൂവിടാമെന്ന് പറയുന്ന മുസ്ലിംമാരോട്, എന്നാൽ ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഖബറിന് മുകളിലും ഞങ്ങൾ പനനീർ പുഷ്പം കൊണ്ടുപോയി ദിവസവും ഇട്ടോട്ടെ എന്ന് ചോദിച്ചാൽ പാടില്ല എന്നേ പറയുള്ളൂ. എന്തേ അവിടെ റഹ്മത്തിന്റെ മലക്കിറങ്ങണ്ടേ? പണ്ട് ഒരു മരിച്ച വീട്ടിൽ ഒരു മുസ്ലിയാർ ചെന്നു. കുറെ ഫോട്ടോ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. അപ്പോ ഇയാൾ പറഞ്ഞു, ഇത്തരം ഫോട്ടോ ഒന്നും തൂക്കാൻ പാടില്ല. പറഞ്ഞതിൽ വന്ന ചെറിയൊരു അബദ്ധാണ്. ഇത്തരം ഫോട്ടോ തൂക്കാൻ പാടില്ല, ഫോട്ടോ തൂക്കിയാ പിന്നെ ആ വീട്ടിൽ മലക്കേ കേറൂല എന്നാണ് ഇയാൾ പറഞ്ഞത്. അപ്പൊ കേട്ടുന്ന ഒരാൾ ചോദിച്ചു, അല്ല മൊയ്ലിയാർ, അപ്പൊ ഇന്നലെ വന്ന് മലക്കല്ലേ? തലേന്ന് വന്ന് അവിടുന്ന് റൂഹ് പിടിച്ചു പോയല്ലോ. അപ്പൊ മലക്കേ വരൂല എന്ന് പറഞ്ഞാൽ എങ്ങനെ? തലേന്ന് മലക്ക് വന്നു, അപ്പൊ മലക്കിറങ്ങണോ? മലക്കിറങ്ങാതിരിക്കാൻ ഫോട്ടോ വെച്ചാ മലക്കുൽ മൗത്ത് ഇറങ്ങാതിരിക്കോ? ഇറങ്ങാതിരിക്കൂല. ഇനി കുറെ നല്ല വാസന, ഇപ്പോ തിന്മ ചെയ്യുന്ന തിന്മയുടെ കേന്ദ്രങ്ങളായ പല സ്ഥലങ്ങളിലും നല്ല വാസന ഉണ്ട്. നല്ല വാസന, സുഗന്ധമുള്ളത് കൊണ്ട് അവിടെ റഹ്മത്തിന്റെ മലക്കിറങ്ങോ? സുഗന്ധമുണ്ടോ ഇല്ലേ എന്നതല്ല റഹ്മത്തിന്റെ മലക്കിറങ്ങാനുള്ള കാരണം. സുഗന്ധമില്ല എന്നതുമല്ല റഹ്മത്തിന്റെ മലക്കിറങ്ങാതിരിക്കാനുള്ള കാരണം. സുഗന്ധം വേണ്ടതുണ്ട്, സുഗന്ധം സുന്നത്താണ് എന്നതൊരു വിഷയം. പക്ഷേ എല്ലാ തിന്മകളുടെയും കേന്ദ്രങ്ങളിൽ സുഗന്ധമുണ്ടാക്കിയാൽ അവിടെയൊക്കെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങിക്കൊള്ളും എന്ന ഈ ഒരു ധാരണയുണ്ടാക്കി പൂവിടലിനെ അംഗീകരിച്ചു. പറഞ്ഞത് ഫത്വ ചോദിക്കാത്തതല്ല കുഴപ്പം, വിവരമുണ്ട് എന്ന് വിചാരിക്കുന്നവരോട് ചോദിച്ചു, വിവരമുള്ളവരോട് ചോദിച്ചില്ല. വിവരമുണ്ട് എന്ന് വിചാരിക്കുന്നവരോട് ചോദിച്ചു, ഫലമോ സ്വയം പിഴക്കുകയും ചെയ്തു. ആ പണ്ഡിതന്മാർ മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ ജാറങ്ങൾ ഉണ്ടാക്കി. നേരത്തെ പറഞ്ഞല്ലോ, ശിർക്കിൽ വേദനിക്കുന്ന ആളുകൾ ജാറങ്ങൾ ഉണ്ടാക്കി. എങ്ങനെയാ ജാറങ്ങൾ ഉണ്ടാകുന്നത്? ആളുകൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള സ്ഥലം മാത്രമാണോ? അല്ല, വരുമാനം തന്നെയാണ്. വരുമാന മാർഗമായാണ് ജാറം കണ്ടുപിടിച്ചത് തന്നെ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഉള്ളാട് ജാറം നമുക്കൊക്കെ കേട്ട് പരിചയമുള്ള ജാറാണ്. ഈ ജാർ എന്തിനാ ഉണ്ടായത്? എങ്ങനെയാ ഉണ്ടായത്? അത് അദ്ദേഹത്തെ കുറിച്ച് ഈ ജാറത്തിന്റെ ചരിത്രം വിശദീകരിക്കുന്ന ആളുകൾ തന്നെ പറയുന്നത് കേട്ടാൽ നമുക്ക് മനസ്സിലാകും എന്തിനാണ് ജാറം എന്ന സമ്പ്രദായം വരുമാനത്തിന് വേണ്ടിയാണ് എന്ന് അവർ തന്നെ പറയുന്നത് കേൾക്കാം. നിത്യജീവിതത്തിന് പോലും വകയില്ലാതെ കഷ്ടപ്പാടിൽ ജീവിക്കുന്ന സയ്യിദ് അവരുടെ പ്രിയ പ്രേയസി ഒരിക്കൽ മഹാനവറുകളുടെ സമീപത്ത് ചെന്ന് താഴ്മയോട് ചോദിച്ചു, മഹാനവറുകളെ, അങ്ങ് രോഗശയ്യയിലാണ്. ജന്മം അല്ലാഹു തന്നു, അതുകൊണ്ട് തന്നെ മരണം അവന്റെ സഹയാത്രികനാണ്. ആര് എപ്പോൾ മരിക്കുമെന്ന് ആർക്കും തിരിച്ചറിവില്ല. സാധുവായി എനിക്ക് മുമ്പാണ് അങ്ങ് വഫാത്താകുന്നതെങ്കിൽ ഇനിയും ഞാൻ ദുരിതത്തിലേക്ക് വഴുതിവീഴും. ഇത് കേട്ട് മഹാനവറുകൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ബീവി, ഒന്നും ഭയപ്പെടേണ്ട. നിനക്ക് ജീവിക്കാനുള്ള വക എന്റെ കബറിടത്തിൽ നിന്ന് ലഭിക്കും. ഇത് കേട്ട് മഹാനവറുകൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ബീവി, ഒന്നും ഭയപ്പെടേണ്ട. നിനക്ക് ജീവിക്കാനുള്ള വക എന്റെ കബറിടത്തിൽ നിന്ന് ലഭിക്കും. അപ്രതീക്ഷിതമായ മറുപടി കേട്ട് ബീവി വിങ്ങിപ്പൊട്ടി. കേട്ടില്ലേ? നിനക്ക് ജീവിക്കാനുള്ള വക എന്റെ കബറിടത്തിൽ നിന്ന് കിട്ടും എന്നാണ്. അങ്ങനെയാണെങ്കിൽ ലോകത്ത് ഏറ്റവും വരുമാനമുള്ള കബർ ആരുടേതാവേണ്ടിയിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാകേണ്ടിയിരുന്നു. അള്ളാഹുവിന്റെ റസൂല് തന്റെ അവസാന സമയത്ത് താൻ തല മടിയിൽ വെച്ച് കിടന്ന ആയിഷ റളിയല്ലാഹു അൻഹ, തന്റെ തല ഏതൊരു ഭാര്യയുടെ മടിയിൽ വെച്ചുകൊണ്ടാണോ അള്ളാഹുവിന്റെ റസൂല് വഫാത്തായത്, ആ ഭാര്യയോട് പറഞ്ഞത് എന്താണ്? ആയിഷ, നിനക്കും പിൽക്കാലത്ത് വരുന്ന മുസ്ലിം സമുദായത്തിനും അതേപോലെ തന്നെ എന്റെ കബർ നിൽക്കുന്ന പ്രദേശം ഭരിക്കുന്ന ഭരണാധികാരികൾക്കും എന്റെ കബറിൽ നിന്ന് വരുമാനം ലഭിക്കും, അത് ഉപയോഗപ്പെടുത്തിക്കൊള്ളുക എന്നാണോ? എന്റെ കബർ ഇവിടെ ഉണ്ടാകും, അതിൽ നിന്നുള്ള വരുമാനം നിങ്ങൾ സ്വീകരിച്ചോ എന്നാണോ? അല്ല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യഹൂദികളെയും നസാറാക്കളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. എന്തേ കാരണം? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. അവർ അവരുടെ നബിമാരുടെ ഖബറുകൾ ആരാധനാ സ്ഥലമായി സ്വീകരിച്ചു. അല്ലാഹുവിന്റെ റസൂല്
ഈ സമുദായത്തോട് പറഞ്ഞു, ലാ തജഅലൂ ഖബരി ഈദ, എന്റെ ഖബറിനെ നിങ്ങൾ ഉത്സവ സ്ഥലമാക്കരുത്. അവിടെ നേർച്ചുണ്ടാക്കി, അവിടെ ഉറൂസ് ഉണ്ടാക്കി നിങ്ങൾ വരുമാനം ഉണ്ടാക്കിക്കൊള്ളുക, അവിടത്തേക്ക് ആളുകൾ നേർച്ചയർപ്പിച്ചുകൊള്ളുക, അവിടത്തേക്ക് ബലിയർപ്പിച്ചുകൊള്ളുക എന്നല്ല അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂല് സർവലോക രക്ഷിതാവായ പടച്ചതമ്പുരാനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, പടച്ചതമ്പുരാനെ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമായി നീ മാറ്റരുത് റബ്ബേ. ബിംബത്തിന് മുകളിൽ പൂക്കൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ബിംബത്തിനരികിൽ നേർച്ചകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ബിംബത്തിനരികിൽ വഴിപാടുകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ബിംബത്തിനരികിൽ വന്ന് ആളുകൾ കുമ്പിടുകയും സുജൂദ് ചെയ്യുകയും ചെയ്യുന്നു. അതേപോലെ എന്റെ ഖബറിനെ നീ ആക്കരുതേ തമ്പുരാനെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ഇത് കേട്ട സ്വഹാബികൾ ഖബറിനെ വരുമാന മാർഗമായി സ്വീകരിച്ചില്ല. ഖബറിനെ വരുമാന മാർഗമായി സ്വീകരിച്ചില്ല. എന്താ സ്വഹാബികൾ ചെയ്തത്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിനരികിലൂടെ കടന്നു പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാം ചൊല്ലുമായിരുന്നു. അതല്ലാതെ അവിടെ പോയി അല്ലാഹുവിന്റെ റസൂലിനോട് സങ്കടങ്ങൾ പറയാൻ നമ്മുടെ നാട്ടിലുള്ള ജാറങ്ങളിലേക്ക് ആളുകൾ ചെല്ലുന്നത് പോലെ അവർ ചെയ്തില്ല. എന്തേ കാരണം? അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾക്ക് ഖബർ സിയാറത്ത് വിരോധിച്ചിരുന്നു. കുന്തു നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂർ, ഖബർ സന്ദർശനം നിങ്ങൾക്ക് വിരോധിച്ചിരുന്നു. അലാ ഫസൂറുഹാ, ഇനി നിങ്ങൾ സന്ദർശിച്ചു കൊള്ളുക.